ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എല്ലാവർക്കും പാർട്ട് 2 ബയോളജി ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതെ, അപ്പൊ ഇനി മുതൽ നമ്മൾ ആ ഒരു പുസ്തകത്തിലെ പാഠങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 4 ബിഹൈൻഡ് മൂവ്മെന്റ്സ്. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, ചലനം അല്ലെ. അപ്പൊ ഈ ചലനത്തെ കുറിച്ചുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോയാലോ? ഇവിടെ നല്ലൊരു ഭംഗിയുള്ള ഒരു ചിത്രം കാണാം അല്ലേ? ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചിത്രമാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്? ഒരു മിടുക്കൻ മുയലുണ്ട്, ഒരു അണ്ണാനുണ്ട്, ദെൻ സ്നേക്ക് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, കുറച്ച് ഇൻസെക്ട്സ് ഉണ്ട്, ദെൻ എന്തുണ്ട്, കുറച്ച് മരങ്ങളുണ്ട്, ബേർഡ്സ് ഒക്കെ ഉണ്ട് അല്ലെ. ഈ ചിത്രത്തിന്റെ താഴത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. Observe the picture. What all types of movements can be observed in the organism in the picture? അതായത് നമ്മളോട് ആ ചിത്രം നോക്കാനാണ് പറയുന്നത്. ആ ചിത്രത്തില് എന്തൊക്കെ ടൈപ്സ്, അതായത് ഏതൊക്കെ തരത്തിലുള്ള ചലനങ്ങളാണ്, മൂവ്മെന്റ്സ് ആണ് ആ ഒരു ഓർഗാനിസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? മസ്കുലാർ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? റണ്ണിങ്, ജമ്പിങ്, ക്രൗളിങ്. ഇവിടെ അണ്ണാറക്കണ്ണൻ എന്താ ചെയ്യുന്നത്? അത് ചാടുകയാണല്ലേ. അപ്പൊ നമുക്ക് ജമ്പിങ് മൂവ്മെന്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മുടെ മുയൽക്കുട്ടൻ എന്താ ചെയ്യുന്നത്? ഓടുകയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? റണ്ണിങ് മൂവ്മെന്റ് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ സ്നേക്ക് ക്രൗളിങ് ചെയ്യാണ് അല്ലെ. ഇനി ഫീഡിങ് മൂവ്മെന്റ്സ് കാണാൻ പറ്റുമോ? ആ ബേർഡ് എന്താ ചെയ്യുന്നത്? അത് അതിന്റെ ഇരയെ, പ്രേനെ തിന്നുകയാണ്. ബേർഡ് ഈറ്റിംഗ് പ്രേ, അതും ഒരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്. അടുത്ത എന്താണ്? നമ്മുടെ പ്ലാന്റ്സ് ഗ്രോത്ത് മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. ഗ്രോത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരുന്നുണ്ട്. അതൊരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ 4.1 ആൻഡ് നോട്ട് ഡൗൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ് ഇൻ ഈച്ച് ഓർഗാനിസം. ഇവിടെ 4 ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഫുഡ് അക്വിസിഷൻ ഇൻ അമീബ. അതായത് ഈ ഫുഡിന്, അതിന്റെ അമീബ തന്റെ ഫുഡിനെ പിടിക്കുകയാണ്. അതിനെയാണ് ഫുഡ് അക്വിസിഷൻ ഇൻ അമീബ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചിത്രം നമ്മുടെ ഒരു പാഠത്തിൽ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രിയേഷൻ എന്ന് പറയുന്ന പാഠത്തിൽ ഇങ്ങനെ കണ്ടതാണല്ലേ. എന്താണത്? വെന്റിലേഷൻ ഇൻ ഹ്യൂമൻ, അല്ലെങ്കിൽ ബ്രീത്തിങ് അല്ലെ. നമ്മൾ ശ്വസിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്. അപ്പം അതാണ് ഇവിടെ കൊടുത്തത്. ഇനി മൂന്നാമത്തെ എന്താണ്? ഒരു ചെടിയുണ്ട്, പിന്നെ സൂര്യപ്രകാശം ഉണ്ട്. ഈ ചെടി സൂര്യപ്രകാശത്തിന് നേരെയായിട്ടാണ് വളരുന്നത്. അതിന് നമുക്ക് എന്ത് പറയാം? ഫോട്ടോട്രോപ്പിസം. അതായത് പ്ലാന്റ് ബെൻഡിങ് ടുവേർഡ്സ് ലൈറ്റ്. പ്ലാന്റ് ലൈറ്റ് കണ്ടപ്പോൾ അതിൻ്റെ അടുത്തേക്കായിട്ട് വളഞ്ഞു. അപ്പൊ അതിനെ എന്താ പറയാ? ഫോട്ടോട്രോപ്പിസം. അടുത്ത എന്താണ്? ഒരു കടുവയുണ്ട്, ഒരു മാനുണ്ട്. ഈ കടുവ എന്താ ചെയ്യുന്നത്? മാനിനെ പിടിക്കാൻ പോവാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം? ക്യാപ്ചറിങ് പ്രേ. ടൈഗർ ക്യാപ്ചേഴ്സ് ഡീർ ആണ്. അടുത്തത്, ലിസ്റ്റ് ഔട്ട് അതർ കൈൻഡ്സ് ഓഫ് മൂവ്മെന്റ്സ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്. നമുക്കറിയാവുന്ന വേറെ ഏതൊക്കെയാണ് മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത്. ലോക്കോമോഷൻ ഇൻ ഫിഷ് അല്ലെ. നമുക്ക് എന്ത് പറയാം? ഈ മീനിലുള്ള ലോക്കോമോഷൻ, അതിങ്ങനെ സ്വിം ചെയ്യുന്നുണ്ട്, അത് നമുക്ക് പറയാം. ഫീഡിങ് മൂവ്മെന്റ് ഇൻ ഇൻസെക്ട്സ്, അതായത് പ്രാണികളൊക്കെ അവരുടെ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്, അതൊരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണെന്ന് പറയാം. ഫ്ലജെല്ലാർ മൂവ്മെന്റ് ഇൻ ബാക്ടീരിയ. ബാക്ടീരിയന്റെ കേസിൽ ഒരു പാർട്ട് ഉണ്ട്, അതിനെയാണ് ഫ്ലജെല്ലം എന്ന് പറയുന്നത്. അത് വോളണ്ടറി മൂവ്മെന്റ് ഇൻ ഹ്യൂമൻ ബീങ്സ്, അതായത് നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, കൈയൊക്കെ ഒന്ന് അനക്കുന്നുണ്ട്, കാലനക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? ഒരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മൂവ്മെന്റ്സ് ഇൻ ദ ലിവിങ് വേൾഡ്. അപ്പൊ നമ്മുടെ ഈ ഒരു ലിവിങ് വേൾഡിലുള്ള ചലനങ്ങളെ കുറിച്ച്, മൂവ്മെന്റ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് മൈക്രോ ഓർഗാനിസം അല്ലെ. നമുക്കറിയാം മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. മൈക്രോസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസത്തിൽ കാണുന്ന മൂവ്മെന്റ്സ്, ചലനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഫ്ലജെല്ല ഇൻ ബാക്ടീരിയ.
നമ്മൾ പറഞ്ഞു ഫ്ലജല്ലാർ മൂവ്മെന്റ് ഇൻ ബാക്ടീരിയ മുകളിൽ പറഞ്ഞു അല്ലേ. അപ്പൊ അതേപോലെ ഈ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ മൂവ് ചെയ്യാൻ അല്ലെ ഉപയോഗിക്കുന്ന പാർട്ടാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം, ഫ്ലജല്ല ഇൻ ബാക്ടീരിയ ഒരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്. അടുത്തത് സ്യൂഡോപോഡിയ ഇൻ അമീബ, അതായത് അമീബ ഒന്ന് ഇഴയാൻ അല്ലെങ്കിൽ അതിനൊന്ന് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാർട്ടാണ് അല്ലെ ഭാഗമാണ് എന്ത്, സ്യൂഡോപോഡിയ. അതായത് നമ്മൾ ഹ്യൂമാൻ ബീങ്സ് നമ്മൾ കാലുപയോഗിച്ച് കൈ ഉപയോഗിച്ചൊക്കെ നമ്മൾ എന്താകുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതേപോലെ ഈ അമീബന്റെ കേസിലൊക്കെ അവർക്കൊന്ന് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാർട്ടുകളാണ് ഈ സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. ബാക്ടീരിയന്റെ കേസിലാണെങ്കിൽ അതെന്താണ്, ഫ്ലജല്ലാണ്. ഇനി മൂന്നാമത്തേതാണ് സീലിയ ഇൻ പാരമീസിയം. പാരമീസിയത്തിന്റെ കേസിൽ സീലിയ എന്ന ഭാഗം ഉപയോഗിച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്, അപ്പം നിങ്ങളുടെ കൺഫ്യൂഷൻ മാറിക്കിട്ടും. നമ്മൾ ഒന്ന് പറഞ്ഞു ഫ്ലജല്ല ഇൻ ബാക്ടീരിയ. അപ്പോൾ ഇവിടെ ഈ ഒരു ചുവപ്പ് കളറിൽ കാണുന്നതാണ് നമ്മുടെ ബാക്ടീരിയ. അപ്പോൾ അവിടെ എന്താണ്, ഒരു വാല് പോലെ പച്ച കളറിൽ ഇവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പം എഫ് എന്ന് എഴുതിയിട്ടുണ്ട്, അതാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. അതിൻ്റെ സിംഗുലർ ഫോമാണ് ഫ്ലജല്ലം. അപ്പോൾ ഈ ഫ്ലജല്ലം ഉപയോഗിച്ചിട്ടാണ് ബാക്ടീരിയ ചലിക്കുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സ്യൂഡോപോഡിയ ഇൻ അമീബ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ പച്ച കളറിൽ കാണുന്നതാണ് ആര്, നമ്മുടെ സ്യൂഡോപോഡിയ. ഇവിടെ 2 സ്യൂഡോപോഡിയ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലുള്ള ആ ഒരു ഗ്രീൻ കളറിൽ കാണുന്നതാണ് നമ്മുടെ അമീബ. ഈ അമീബന്റെ താഴോട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്ന ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പോർഷനാണ് നമ്മൾ സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് സീലിയ ഇൻ പാരമീസിയം. ഇവിടെ പച്ച കളറിൽ കാണുന്ന നീണ്ട ആളാണ് എന്ത്, നമ്മുടെ പാരമീസിയം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചെറിയ ഇതിൻ്റെ പുറത്തോട്ടായിട്ട് ചെറിയ കോമ്പ് ലൈക്ക് നമ്മുടെ ചീർപ്പ് പോലെ ഫുൾ എന്താണ് ഒരു കോമ്പ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഒരു എക്സ്റ്റൻഷൻ, ഹെയർ ലൈക്ക് എക്സ്റ്റൻഷൻ എന്ന് പറയും. അപ്പോൾ അതാണ് എന്ത്, സീലിയ. ഈ സീലിയ ഉപയോഗിച്ചിട്ടാണ് ആര് മൂവ് ചെയ്യുന്നത്, പാരമീസിയം മൂവ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ കേസിലുള്ള മൂവ്മെൻറ്റ് പറഞ്ഞു. ഇനി നമുക്ക് ആനിമൽസിൽ നോക്കാം. മൂവ്മെൻറ്റ് ഇൻ ആനിമൽസ് ഈസ് എ ചേഞ്ച് ഇൻ ബോഡി പൊസിഷൻ ഓർ പാർട്സ് വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്. അപ്പം ഒരു ആനിമൽസിൻ്റെ കേസിൽ എന്താണ് ചലനം അല്ലെ എന്താണ് മൂവ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ അതെന്താണ്, ചേഞ്ച് ഇൻ ബോഡി പൊസിഷൻ. അതിൻ്റെ ബോഡി പൊസിഷൻ മാറുകയാണ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ പാർട്സ് വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക. അതാണ് എന്ത്, ആനിമൽസിൻ്റെ കേസിൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, ഒന്ന് ദ മൂവ്മെൻറ്റ് ഓഫ് സ്പേമിൻ്റെ മൂവ്മെൻറ്റ് അല്ലേ, അതെന്താണ്, ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആണ് ആനിമൽസിൽ കാണുന്നത്. രണ്ടാമത്തെ പെരിസ്റ്റാൾസിസ്. ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ്, നമ്മുടെ ഫുഡ് ഇങ്ങനെ ഇറങ്ങിപ്പോവും അല്ലെ, ഫുഡ് നമ്മളെ ഈസോഫാഗസ് വഴി സ്റ്റൊമിക്കിലേക്ക് എത്തുന്നേരം അവിടെ എന്തുണ്ട്, പെരിസ്റ്റാൾസിസ് ഉണ്ട് അല്ലേ. വോളിന്റെ പെരിസ്റ്റാൾസിസ് വഴിയാണ് ഫുഡ് താഴോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്. അടുത്തത് ഹേർട്ട് ബീറ്റ്. നമ്മുടെ ഹേർട്ട് ഇങ്ങനെ ഡും 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 എന്ന് പറഞ്ഞിട്ട് എന്താണ്, ബീറ്റ് ചെയ്യുന്നുണ്ട്. അതും എന്താണ്, ഒരു മൂവ്മെന്റ് ആണ്. അടുത്ത സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. നമ്മുടെ ബ്ലഡ് അല്ലേ, രക്തം നമ്മുടെ ശരീരം ഒന്നാകെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്, അതും ഒരു മൂവ്മെന്റ് ആണ്. ഇനി എന്താണ്, വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ് എക്സെട്ര. നമ്മൾ നടക്കുക, ചാടുക, ഓടുക, ഇതൊക്കെ എന്താണ്, ഒരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്. അടുത്തതാണ് പ്ലാന്റ്സ്. പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ. Even though plants do not move from place to place, various types of movements are there in plants. നമുക്കറിയാം, നമ്മളെ അടുത്തുള്ള ഒരു ചെടി എന്താക്കൂല, അത് സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകലില്ല അല്ലേ. നമ്മളിങ്ങനെ ഓടുന്ന പോലെ അല്ലെ ചാടുന്ന പോലെ മരങ്ങൾ ഓടിയും ചാടുകയും ചെയ്യുന്നുണ്ടോ, ഇല്ല. പക്ഷെ അവരിലും ചില മൂവ്മെന്റ്സ്, ചലനങ്ങളുണ്ട്. അപ്പൊ അവരുടെ മൂവ്മെന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സീഡ് ജെർമിനേഷൻ അല്ലേ, അതായത് നമ്മുടെ വിത്ത് പൊട്ടിമുളയ്ക്കുന്നുണ്ട്, അതൊരു ടൈപ്പ് ഓഫ് എന്താണ്, മൂവ്മെന്റ് ആണ്.
ചേഞ്ച് ഇൻ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു സ്റ്റിമുലി. അതായത് ഈ ലൈറ്റിനനുസരിച്ച്, സൂര്യപ്രകാശത്തിനനുസരിച്ച് ആ പ്ലാന്റ് സൂര്യപ്രകാശത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെള്ളമുള്ള ഏരിയയിൽ നമ്മൾ പ്ലാന്റ് നട്ടാൽ എന്താക്കും, ആ വെള്ളമുള്ള സ്ഥലത്തേക്ക് എന്ത് പോകും, വാട്ടറുള്ള സ്ഥലത്തേക്ക് ഈ ഒരു പ്ലാന്റ് പോകും. അപ്പോൾ അതെന്താണ്, ഒരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു ഒരു ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യില്ലേ, അതെന്താണ്, സൺലൈറ്റിന് നേരെയായിട്ട് ഈ ഒരു പ്ലാന്റ് ബെൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോട്രോപ്പിസം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ചേഞ്ച് ഇൻ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു സ്റ്റിമുലി. ഏതൊക്കെ ആവാം, ലൈറ്റ് ആവാം, വാട്ടർ ആവാം, എക്സെട്ര, വേറെയും ഏതും ആവാം. നമ്മൾ നോക്കുന്നത് കോമൺ മൂവ്മെന്റ്സ് ആണ്. കുറച്ച് കോമൺ ആയിട്ടുള്ള ചലനങ്ങൾ, മൂവ്മെന്റ്സ് നോക്കാം. ദ മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസ് ത്രോ ഓസ്മോസസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ. അതായത് ഇത് നമ്മൾ ആനിമൽസിലും അതേപോലെ പ്ലാന്റ്സിലും ഒക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഓസ്മോസിസ് നടക്കുക, ഡിഫ്യൂഷൻ നടക്കുന്നത്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ മീൻസ് ഓഫ് മൂവ്മെന്റ് ഓഫ് ദ ഓർഗാനിസം ഷോൺ ഇൻ ദി ഇലുസ്ട്രേഷൻ 4.3 ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. അതായത് ഇവിടെ 4.3 കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ അവരെന്ത് ഉപയോഗിച്ചിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അത് അവിടെ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത്തേതാണ് പാരമീസിയം. പാരമീസിയത്തിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവര് സീലിയ എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലെ, നമ്മൾ ആ കോംബ് ലൈക്ക് ആയിട്ടുള്ള അല്ലെ ഹെയർ ലൈക്ക് ആയിട്ടുള്ള പറഞ്ഞു. അപ്പൊ ആ സീലിയ ഉപയോഗിച്ചിട്ടാണ് പാരമീസിയം മൂവ് ചെയ്യുന്നത്. രണ്ടാമത്തേതാണ് യൂഗ്ലിന എന്ന് പറയുന്നത്. അപ്പൊ യൂഗ്ലിനന്റെ കേസിൽ ഫ്ലജെല്ലം ഉപയോഗിച്ച്, നമ്മുടെ ബാക്ടീരിയന്റെ പോലെ തന്നെ ഫ്ലജെല്ലം ഉപയോഗിച്ചിട്ടാണ് യൂഗ്ലിന മൂവ് ചെയ്യുന്നത്. മൂന്നാമത്തേത് ഫിഷ് ആണ്. ഫിഷിന്റെ കേസിൽ നമുക്കറിയാം ഫിൻസ് യൂസ് ചെയ്തിട്ടാണ് അത് നീന്തുന്നത്. അടുത്തതാണ് ഫ്രോഗ് അല്ലെ, നമ്മളെ തവള ലിംസ് യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ വെബ്ഡ് ഫീറ്റും നമുക്ക് പറയാൻ പറ്റും. അടുത്ത വെയില്, തിമിംഗലം എങ്ങനെയാണ്, ടെയിൽ യൂസ് ചെയ്തിട്ടാണ്. അടുത്തത് ബേർഡ് വിങ്സ് യൂസ് ചെയ്തിട്ടാണ് അല്ലെ, ചിറകുകൾ ഉപയോഗിച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഇനി അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പാൻഡ് ടേബിൾ 4.1 ബൈ ഇൻക്ലൂഡിങ് മോർ ഓർഗാനിസം ആസ് ഗിവൺ എബോവ്. മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടിയും ഓർഗാനിസത്തിനെ ഉപയോഗിച്ചിട്ട് നമ്മളോട് ഈ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓർഗാനിസംസ് മീൻസ് ഓഫ് മൂവ്മെന്റ്. ബാക്ടീരിയന്റെ കേസിൽ ഏതായിരുന്നു, ഫ്ലജെല്ലം അല്ലെ. അടുത്ത അമീബ ആണ്. അമീബന്റെ സ്യൂഡോപോഡിയ, ഫാൾസ് ഫീറ്റ് അല്ലെ. സ്യൂഡോപോഡിയ നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടു. ഹൈഡ്ര, സീലിയ അല്ലെങ്കിൽ പെഡങ്കിൾ ഉപയോഗിച്ചിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. ഫ്രോഗിന്റെ കേസിൽ ലിംസ് അല്ലെ വെബ്ഡ് ഫീറ്റ് ഉപയോഗിച്ചിട്ട്, ബേർഡ്സ് അതിന്റെ ലെഗ് ഉപയോഗിച്ചിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, വിങ്സ് ഉപയോഗിച്ചിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇൻസെക്ട്സ് എന്ന് വെച്ചാൽ നമ്മളെ പ്രാണികള് വിങ്സ് ഉപയോഗിച്ച് മൂവ് ചെയ്യുന്നവരുണ്ട്. ആന്റിന മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. അടുത്ത ലെഗ്സ്. ആന്റിന എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ തലന്റെ ആ ഒരു പോർഷനിൽ കാണുന്ന കൊമ്പ് എന്നൊക്കെ നമ്മൾ പറയാം, നീണ്ട, നമ്മൾ ഈ കോക്രോച്ചിന്റെ കേസിലൊക്കെ നീണ്ട കൊമ്പ് പോലെ കാണുന്നില്ല, കൊമ്പല്ല, അത്രയും കട്ടിയുള്ളതല്ല, പക്ഷെ നമ്മൾ ആ തലന്റെ സൈഡിൽ കാണുന്നതാണ് ആന്റിന എന്ന് പറയുന്നത്. അത് അടുത്തതാണ് വെയിൽ അല്ലെ. വെയിൽ ടെയിലും പെക്ടോറൽ ഫിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. ബോഡി മൂവ്മെന്റ്സ്. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ഹെൽപ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് സബ്സ്റ്റൻസ് ത്രൂ ഔട്ട് ദ സൈറ്റോപ്ലാസം. അതായത് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്. അപ്പൊ അതെന്തിനാ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു സൈറ്റോപ്ലാസം, നമ്മൾ സെല്ലിന്റെ സൈറ്റോപ്ലാസം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ആ സൈറ്റോപ്ലാസത്തിലൂടെയൊക്കെ സബ്സ്റ്റൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെ സബ്സ്റ്റൻസിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. അടുത്ത സ്യൂഡോപോഡിയൽ മൂവ്മെന്റ്സ് അല്ലെ. സ്യൂഡോപോഡിയ നമ്മൾ ഏതിന്റെ കേസിലാണ്, അമീബന്റെ കേസിലാണ്. സ്യൂഡോപോഡിയ ഇൻ ദ വൈറ്റ് ബ്ലഡ് സെൽസ് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ ആൻഡ് ഡിഫൻസ്. വൈറ്റ് ബ്ലഡ് സെൽസ് WBC എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പറയാം. അപ്പൊ അതിലുള്ള സ്യൂഡോപോഡിയ എന്ന് പറയുന്നത് ലോക്കോമോഷൻ ആൻഡ് ഡിഫൻസ് സുരക്ഷിതത്വം അല്ലെ. അപ്പോൾ മറ്റ് പുറത്ത് ഫോറിൻ ബോഡീസ് വരുന്ന സമയത്ത് അതിനെതിരെ ആയിട്ട് ഡിഫെൻഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ
രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, അത് നമ്മളാണ് ഫില്ല് ചെയ്യേണ്ടത്. അത് നമ്മളിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്ലജെല്ലാർ മൂവ്മെന്റ് ആണ്. ഫ്ലജെല്ലാർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാലും the flagellum of sperm cells propels them forward, enabling locomotion towards the egg for fertilization. അതായത് സ്പേം സെൽസിന് ഫ്ലജെല്ലം എന്ന് പറയുന്നതുണ്ട്. അപ്പം അതിനെന്താക്കും, ഈ സ്പേം സെൽസിന് ഈ ഫ്ലജെല്ലം മുന്നോട്ട് നീങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, മുന്നോട്ട് പോകാൻ. അങ്ങനെ ഈ ഒരു സ്പേമിന് എഗ്ഗിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഫെർട്ടിലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത സീലിയറി മൂവ്മെന്റ് ആണ്. ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസ് അക്രോസ് സർഫസ് അല്ലെ. സീലിയറി മൂവ്മെന്റ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സബ്സ്റ്റൻസസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫെസിലിറ്റേറ്റ്സ് ക്ലീനിങ് ആൻഡ് മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ്സ്. അതേപോലെ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ്സിനും അതേപോലെ തന്നെ ക്ലീനിങ്ങിനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സീലിയറി മൂവ്മെന്റ്സ് നമുക്ക് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് അതേപോലെ ഫെലോപ്പിയൻ ട്യൂബിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അടുത്ത ഇവിടെ മസ്കുലാർ മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട്. കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ മസിൽസ് ഹെൽപ്പ് ഇൻ ഡിഫറെൻറ്റ് മൂവ്മെന്റ്സ്. നമ്മുടെ മസിൽസ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുക, ചുരുങ്ങുകയും അതേപോലെ റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നത് കുറേ മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളെ വാക്ക്, ജമ്പ്, ഇതൊക്കെ എന്താണ്, ഒരു ടൈപ്പ് ഓഫ് മസ്കുലാർ മൂവ്മെന്റ് ആണ്. നമ്മുടെ മസിൽസിന്റെ കോൺട്രാക്ഷൻ റിലാക്സേഷൻ സംഭവിച്ചിട്ടാണ് നമുക്ക് ഓടാനും ചാടാനും നടക്കാനൊക്കെ പറ്റുന്നത്. അപ്പൊ നമ്മളിവിടെ മൂവ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ മൂവ്മെന്റ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ചലനത്തിനൊക്കെ സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതാണെന്നാണ്. ഒന്നാണ് മസിൽ ടിഷ്യൂ അല്ലെ. നമ്മുടെ മസിൽസ് ആർ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ മൂവ്മെന്റ്സ് ഓഫ് ദ ബോഡി. നമുക്കറിയാം മസിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ചലിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പെട്ടെന്ന് നമ്മൾ മസിൽ കയറുക അല്ലെങ്കിൽ മസിൽ കൊച്ചി പിടിക്കാന്നൊക്കെ നമ്മൾ പറയല്ലോ. അപ്പം മസിൽ കയറിയാൽ നമുക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കൈക്ക് മസിൽ കയറിയാൽ നമുക്ക് കൈ ഭയങ്കര വേദനയായിരിക്കും, ഒന്ന് അനക്കാൻ പോലും പറ്റൂല എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ കൈയിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ കാലിന്റെ മൂവ്മെന്റ് ആയിക്കോട്ടെ, അതിനൊക്കെ എന്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്? അതെ, മസിലിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. There are various types of muscles in the body. നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ള മസിൽസ് ഉണ്ട്. These are formed of muscle cells. ഈ മസിൽസ് ഒക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മസിൽ സെൽസ് കൊണ്ടാണ്, മസിൽ കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. മസിൽ സെൽസ് കണ്ടെയ്ൻ ന്യൂക്ലിയസ് ആൻഡ് ഓൾമോസ്റ്റ് ഓൾ സെൽ ഓർഗനൽസ്. അതായത് ഈ മസിൽ സെൽസ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന് എന്തുണ്ടാവും? അതിന് ന്യൂക്ലിയസും ഉണ്ടാവും, അതേപോലെ സെൽ ഓർഗനൽസും ഉണ്ടാവും. അതേപോലെ ഈ മസിൽ സെൽസിനും ന്യൂക്ലിയസും ഉണ്ട്, സെൽ ഓർഗനൽസും ഉണ്ട്. However, unlike other cells, they contain more microfilaments made of proteins such as actin and myosin. പക്ഷേ ഈ മസിൽ സെൽസിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം മറ്റ് സെൽസ് പോലെയല്ല, ഇതിന് എന്തുണ്ട്? മൈക്രോഫിലമെന്റ്സ് ഉണ്ട്. അതായത് പ്രോട്ടീനുകളായിട്ടുള്ള ആക്റ്റിൻ കൊണ്ടും മയോസിൻ കൊണ്ടും ഉണ്ടാക്കിയ കുറേ മൈക്രോഫിലമെന്റ്സ് എന്തിൽ കാണാം? ഈ മസിൽ സെൽസിൽ കാണാം. ബൈ ദ ആക്ഷൻ ഓഫ് ദിസ് ഫിലമെന്റ്സ് മസിൽസ് കോൺട്രാക്ട് ആൻഡ് റിലാക്സ്. അപ്പോൾ ഈ ഒരു മൈക്രോഫിലമെന്റ്സിന്റെ ആക്ഷൻ കൊണ്ട്, പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ മസിൽസ് നമുക്ക് ചുരുക്കാനും കൺട്രാക്ട് ചെയ്യാനും അതേപോലെ റിലാക്സ് ചെയ്യാനും കഴിയുന്നത്. ദിസ് എനാബിൾസ് ദ ബോഡി മൂവ്മെന്റ്. അപ്പൊ ഇങ്ങനെ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ സംഭവിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ചലിപ്പിക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമുക്ക് കുറച്ച് ഡൗട്ടായി. അത് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ടിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇത്ര കാര്യമേ ഓർക്കാനുള്ളൂ. ജസ്റ്റ് ഒരു മസിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ മസിൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മസിൽ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ആ മസിൽ സെൽസിൽ എന്തൊക്കെയുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, സെൽ ഓർഗനൽസ് ഉണ്ട്, അതേപോലെ പ്രധാനമായിട്ടും മൈക്രോഫിലമെന്റ്സ് ഉണ്ട്. മറ്റ് സെൽസിനെ പോലെയല്ല
ഈ മസിൽ സെൽസിന് എന്തുണ്ട്? മൈക്രോ ഫിലമെന്റ്സ് ഉണ്ട്. ഈ മൈക്രോ ഫിലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയത്? പ്രോട്ടീൻ ഫിലമെന്റ്സ് ആയിട്ടുള്ള, അതായത് പ്രോട്ടീനുകളായിട്ടുള്ള ആക്റ്റിൻ കൊണ്ടും മയോസിൻ കൊണ്ടും ഉണ്ടാക്കിയതാണ് ഈ മൈക്രോ ഫിലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ മൈക്രോ ഫിലമെന്റ്സ് എന്തിലുണ്ട്? മസിൽ സെൽസിലുണ്ട്. അപ്പൊ ഇത്ര മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് പിക്ചർ കാണാം. ഇവിടെ ചുവപ്പ് കളർ, റെഡ് കളറിൽ കാണുന്നതാണ് മയോസിൻ ഫിലമെന്റ്, ആൻഡ് ഇവിടെ ബ്ലൂ കളറിൽ കാണുന്നതാണ് ആക്റ്റിൻ ഫിലമെന്റ്. അപ്പൊ അതെല്ലാം കൂടി കൂടിയതാണ് ആ ഒരു മൈക്രോ ഫിലമെന്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ആ മസിൽസിന്റെ ജസ്റ്റ് സ്ട്രക്ചർ എന്താണ്, അല്ലെ അതിന്റെ രൂപം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ടൈപ്പ് ഓഫ് മസിൽസ് ആണ് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽസ്. ഒന്നാമത്തേതാണ് സ്കെലിറ്റൽ മസിൽ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്കെലിറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ, അതായത് എവിടെയാണ് നമുക്ക് സ്കെലിറ്റൽ മസിൽ കാണാൻ പറ്റുന്നത്? അതെ, അറ്റാച്ച്ഡ് ടു ബോൺസ്. നമ്മുടെ എല്ലുകളോട് ചേർന്നിട്ടാണ് ഈ ഒരു സ്കെലിറ്റൽ മസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ എവിടെയാണ് സ്കെലിറ്റൽ മസിൽ കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അറ്റാച്ച്ഡ് ടു ബോൺസ്. അടുത്തത് ഇതിന്റെ ഫങ്ഷൻ എന്താണ്, അതായത് ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ മൂവ്സ് ബോഡി പാർട്ട്, നമ്മുടെ ശരീരഭാഗങ്ങളെ ചലിപ്പിക്കുക അല്ലെ മൂവ് ചെയ്യിപ്പിക്കുക എന്നതാണ് ഈ സ്കെലിറ്റൽ മസിൽസിന്റെ ഫങ്ഷൻ, അല്ലെ വളണ്ടറി മൂവ്മെന്റ്സ്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത്. എന്ത്? വളണ്ടറി മൂവ്മെന്റ്സ്. മൂന്നാമത്തേതാണ് സ്ട്രക്ചർ. ഇതിന്റെ സ്ട്രക്ചർ എന്താണ്, ഇതിന്റെ രൂപം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് സ്ട്രയാറ്റഡ് ആണ്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഫൈബേഴ്സ് ആണ്. സ്ട്രയാറ്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലെ, ഇവിടെ സ്കെലിറ്റൽ മസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു കൈ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹാൻഡിൽ കാണുന്ന മസിലാണ് സ്കെലിറ്റൽ മസിൽ അല്ലെ, അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ സ്കെലിറ്റൽ മസിലൊക്കെ നമ്മൾ എന്താണ്, സി ഷേപ്പ്ഡ് റിങ് ആയിട്ട് വരവരയായിട്ട് കാണുന്നില്ലേ, അതാണ് സ്ട്രയേറ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇവിടെ എന്താണ്, ബ്ലൂ കളറിൽ നമുക്ക് എന്ത് കാണാം, ഒരു ചെറിയ ഡോട്ട് നമുക്ക് കാണാൻ പറ്റും. അതെന്താണ്? ന്യൂക്ലിയസ് ആണ്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നോക്കുന്നത്. വളണ്ടറി, സൊമാറ്റിക്. അത് വളണ്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇപ്പോൾ കൈ ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവ്മെന്റ് ആണ്. അതേപോലെ കാലാണെങ്കിലും അത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ അതിനെയാണ് വളണ്ടറി എന്ന് പറയുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെയാണ് വളണ്ടറി എന്ന് പറയുന്നത്. അടുത്ത ഫാസ്റ്റ് പവർഫുൾ കൺട്രാക്ഷൻ ആണ്, അതേപോലെ ഫാറ്റിഗബിളും ആണ്. രണ്ടാമത്തെ മസിലാണ് സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? വാൾസ് ഓഫ് ഹോളോ ഓർഗൻസ്. അതായത് ഒന്ന് ഹോളോ ആയിട്ടുള്ള ഓർഗൻസിന്റെ ചുമരുകളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഹോളോ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസ്, ഡൈജസ്റ്റീവ് ട്രാക്ട്, നമ്മുടെ സ്റ്റൊമക്കൊക്കെ പറയൂലേ, അപ്പൊ ഇവിടെയൊക്കെ കാണുന്നതാണ് സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫങ്ഷൻ എന്താണ്? റെഗുലേറ്റ്സ് ഓർഗൻ ഫങ്ഷൻ, അതായത് ആ ഒരു ഓർഗന്റെ ഫങ്ഷനെ റെഗുലേറ്റ് ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കോൺട്രാക്ഷൻ, അതേപോലെ റിലാക്സേഷൻ അല്ലേ. അപ്പോൾ ആ ഒരു ഡൈജസ്റ്റീവ് ട്രാക്റ്റിലത്തെ ആണെങ്കിൽ അതിന്റെ ഫങ്ഷനെ റെഗുലേറ്റ് ചെയ്യിപ്പിക്കുക എന്നതാണ് ഈ സ്മൂത്ത് മസിലിന്റെ ഫങ്ഷൻ. മൂന്നാമത്താണ് സ്ട്രക്ചർ. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? നോൺ സ്ട്രയാറ്റഡ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ട്രയാറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ സി ഷേപ്പ്ഡ് ആയിട്ട് അല്ലെ വര പോലെ കാണുന്നത്. പക്ഷെ ഇവിടുത്തെ ഈ ഒരു പിക്ചറിൽ നോക്കൂ, നമുക്ക് അങ്ങനത്തെ വര കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതാണ് നോൺ സ്ട്രയാറ്റഡ് എന്ന് പറയുന്നത്. സ്പിൻഡിൽ ഷേപ്പ്ഡ് സെൽസ് ആണ്. സ്പിൻഡിൽ ഷേപ്പാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അടുത്ത ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇൻവോളണ്ടറി, ഓട്ടോണോമിക്. അതായത് ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് അല്ലെ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഇൻവോളണ്ടറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ സ്റ്റൊമക്കിന്റെ മൂവ്മെന്റ് ഒക്കെ, ആ സ്റ്റൊമക്കെ മൂവ് ചെയ്തോളൂ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് മൂവ് ചെയ്യുന്നതാണോ? അല്ല. അപ്പൊ അതൊരു ഇൻവോളണ്ടറി, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് അല്ലെ. അടുത്ത സ്ലോ സസ്റ്റെയിൻഡ് കൺട്രാക്ഷൻസ് ആണ്, ലോ ഫാറ്റിക് റെസിസ്റ്റൻസ് ഒക്കെ ആണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്. മൂന്നാമത്തേതാണ് കാർഡിയാക് മസിൽ. അതിൽ തന്നെ പേരിൽ തന്നെ ഉണ്ട് കാർഡിയാക്. കാർഡിയാക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹൃദയം, ഹേർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് കാർഡിയാക് അല്ലെ. എവിടെയാണ് ഇതിന്റെ ലൊക്കേഷൻ വരിക? ഹേർട്ട് അല്ലെ. കാർഡിയാക് മസിൽസ് നമ്മുടെ ഹൃദയത്തിലാണ് കാണാൻ പറ്റുന്നത്. ഇതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പംപ്സ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി.
നമ്മുടെ ബോഡി, നമ്മുടെ ശരീരത്തിൽ ഒന്നാകെ ബ്ലഡിനെ പമ്പ് ചെയ്യുക, അല്ലെ, രക്തത്തെ പമ്പ് ചെയ്യുക എന്നതാണ് ഇതിന്റെ കാർഡിയാക് മസിൽസിന്റെ ഫംഗ്ഷൻ വരിക. സ്ട്രക്ചർ, ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ബ്രാഞ്ചിങ് ഫൈബേഴ്സ്. ഇതൊരു ബ്രാഞ്ച് പോലെയാണ്, അല്ലെ, നമ്മൾ മരത്തിന്റെ ശാഖകൾ എന്നൊക്കെ പറയില്ല, അതേപോലെയാണ് ഈ ഒരു കാർഡിയാക് മസിൽസ് കാണാം. അതേപോലെ ഇന്റർകലൈറ്റഡ് ഡിസ്ക്, അപ്പൊ ഇതിന്റെ ഇടയിലായിട്ട് നമുക്ക് ഇന്റർകലൈറ്റഡ് ഡിസ്ക് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സ്ട്രയേറ്റഡ് ആണ്. സ്ട്രയേറ്റഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു വര നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആണ്. അതായത് നമ്മൾ ഹേർട്ടിന്റെ ആ ഒരു മൂവ്മെന്റ് ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണോ? അല്ല. അപ്പോൾ അതിനെയാണ് ഇൻവോളണ്ടറി എന്ന് പറയുന്നത്. റിതമിക് കൺട്രാക്ഷൻ, ഹൈ എൻഡുറൻസ്, നോൺ ഫാറ്റിഗബിൾ, ഇതൊക്കെയാണ് ഈ മസിൽസിന്റെ വരുന്നത്. അപ്പം നമ്മൾ ഈ മസിൽസിന്റെ കേസിൽ ജസ്റ്റ് ഓർക്കാനുള്ളത് 3 ടൈപ്പ് മസിൽസ് ഉണ്ട്: സ്കെൽട്ടൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയക് മസിൽ. അപ്പം അതിന്റെ ലൊക്കേഷനും അതിന്റെ സ്ട്രക്ചറും ഫംഗ്ഷൻ, ഇതാണ് മെയിൻ ആയിട്ടുള്ള. പ്രോപ്പർട്ടീസ് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല എങ്കിൽ പോലും പ്രോപ്പർട്ടിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത് ആ ഒരു വളണ്ടറി, ഇൻവളണ്ടറി. നമ്മൾ പറഞ്ഞില്ലേ സ്കെൽട്ടൽ മസിൽസിന്റെ പ്രോപ്പർട്ടി അത് വളണ്ടറി ആണ്. ഇനി കാർഡിയാക് ആണ്, സ്മൂത്ത് മസിൽ ആണെങ്കിൽ അത് രണ്ടും ഇൻവളണ്ടറി ആണ്. ഓർത്തിരുന്നാൽ മതി. ഇനി ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ അതെന്താന്ന് നോക്കാം. ഇവിടെ ഒരു ബോക്സ് ആണ് തന്നത്. അപ്പോൾ ഇതിൽ നെയിം ഓഫ് ദ മസിൽ ഉണ്ട്. മസിൽസ് അറ്റാച്ച്ഡ് ടു ബോൺസ്, അല്ലേ, ബോണുമായിട്ട് അറ്റാച്ച് ചെയ്ത മസിലിന്റെ പേര് എന്താണ്? സ്കെലിറ്റൽ മസിൽ. മസിൽ ഇൻ ദ ഹോളോ ഇന്റേണൽ ഓർഗൻസ്, അവിടെ കാണുന്ന മസിൽ ഏതാണ്? സ്മൂത്ത് മസിൽ, അല്ലെ, നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും അതേപോലെ ബ്ലഡ് വെസലിലും ഒക്കെ കാണുന്ന മസിലാണ് സ്മൂത്ത് മസിൽ. അടുത്ത മസിൽസ് ഇൻ ദ വാൾസ് ഓഫ് ഹേർട്ട്, അല്ലെ, നമ്മുടെ ഹൃദയത്തിന്റെ വാൾസിൽ കാണുന്ന മസിൽ ഏതായിരിക്കും? കാർഡിയാക് മസിൽ. ഇനി ഷേപ്പ് ഓഫ് ദ സെൽസ് ആണ്, അല്ലെ. അപ്പം ഒന്ന് നമ്മൾ പറയാം മസിൽ, അതായത് സ്കെൽട്ടൽ മസിലിന്റെ കേസിലാണെങ്കിൽ ലോങ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ഇനി സ്മൂത്ത് മസിൽ ആണെങ്കിൽ അത് സ്പിൻഡിൽ ഷേപ്പ് ആണ്, സിംഗിൾ ന്യൂക്ലിയസ് ആണ് ഉണ്ടാവുക. അതേപോലെ കാർഡിയാക് മസിൽ ആണ് ബ്രാഞ്ചിങ് ആണ്, അല്ലെ, ഈ ശാഖകൾ പോലെയാണ്, സിംഗിൾ ന്യൂക്ലിയസ് ആണ് ഉള്ളത്. ഇനി പ്രസൻസ് ഓഫ് സ്ട്രയേഷൻസ് ആണ്, ആ വര ഉള്ളതാണ്, ഓർത്താൽ മതി. സ്കെൽട്ടൽ മസിലിന്റെ കേസിൽ വരണ്ട്, സ്ട്രയേറ്റഡ് ആണ്. സ്മൂത്ത് മസിലിന്റെ കേസിൽ വരല്ല, നോൺ സ്ട്രയേറ്റഡ് ആണ്. കാർഡിയാക് മസിലിന്റെ കേസിൽ സ്ട്രയേറ്റഡ് ആണ്, വര കാണാം. അടുത്ത ബ്രാഞ്ചസ് ആണ്. സ്കെൽട്ടൽ മസിൽസിൽ ബ്രാഞ്ച് ഇല്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? നോ ബ്രാഞ്ചസ്. സ്മൂത്ത് മസിൽസിന്റെ കേസിൽ നോ ബ്രാഞ്ചസ്, അതിനും ബ്രാഞ്ച് ഇല്ല. പക്ഷെ കാർഡിയാക് മസിൽസിൽ ബ്രാഞ്ചിങ് ഫൈബേഴ്സ് ഉണ്ട്. അടുത്ത കൺട്രോൾ ഓഫ് ദ മസിൽസ് അക്കോർഡിംഗ് ടു വൺസ് വില്ല്, അതായത് നമ്മുടെ ആഗ്രഹം അനുസരിച്ച് അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്കെൽട്ടൽ മസിൽ വളണ്ടറി ആണ്, അല്ലേ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റ് ആണ് അത് ചെയ്യുന്നത്. സ്മൂത്ത് മസിൽസ് ആണെങ്കിൽ ഇൻവോളണ്ടറി ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെന്റ്സ് ആണ് സ്മൂത്ത് മസിൽസ് ചെയ്യുക. അതേപോലെ കാർഡിയാക് മസിൽസും ഇൻവോളണ്ടറി ആണ്, നമുക്ക് കൺട്രോൾ, അതായത് ഹേർട്ട് ബീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല, അല്ലേ, അപ്പോൾ അതാണ് ഇൻവോളണ്ടറി എന്ന് പറയുന്നത്. ഇനി ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സം മസിൽസ് ഇൻ അവർ ബോഡി ദാറ്റ് ക്യാൻ ബി കൺട്രോൾഡ്, voluntary muscle, and some others cannot be controlled, involuntary, according to our will, in which all parts of the body are each of one thus found. Find out example through discussion and note them down in the table provided. അതായത് ചില മസിൽസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്, ചില മസിൽസിന്റെ മൂവ്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ആ ഒരു വളണ്ടറി മസിൽസ് ആൻഡ് ഇൻവോളണ്ടറി മസിൽസിന് എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മസിൽസ് ഇൻ ദ ഹാൻഡ്, നമ്മുടെ കൈകളിലുള്ള മസിൽസ് എന്താണ്? വളണ്ടറി മൂവ്മെന്റ് മസിൽസ് ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ മറ്റൊന്നാണ് മസിൽസ് ഇൻ ദ ഫേസ്, അതേപോലെ മസിൽസ് ഇൻ ദ ടങ്, നാവിലുള്ളതും മുഖത്തുള്ളതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ഇൻവോളണ്ടറി മസിൽസ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മസിൽസ് എവിടെയൊക്കെ ഉള്ളത്? മസിൽസ് ഇൻ ദ ഈസോഫാഗസ്, അല്ലെ, ഈസോഫാഗസിലുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആ മസിൽസ്. മസിൽസ് ഇൻ ദ ഹേർട്ട്, നമ്മുടെ ഹേർട്ടിലുള്ള മസിൽസും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മസിൽസ് ഇൻ ദ സ്റ്റമക്, നമ്മളെ വയറിലുള്ള മസിൽസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്കിവിടെ ഒരു ചിത്രം കാണാം. ടെൻഡോൺ കൊടുത്തിട്ടുണ്ട്, ഫ്ലെക്സർ മസിൽ ഉണ്ട്, എക്സ്റ്റൻസർ മസിൽ ഉണ്ട്, ബോൺസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴത്തായിട്ട് ഒരു ചോദ്യം പോലെ ദ പാർട്ട് ദാറ്റ് കണക്ട്സ് മസിൽ ടു ബോൺസ്, മസിൽസ് ഇൻവോൾവ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഹാൻഡ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു പിക്ചറിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് അവിടെ അത് ചോദിച്ചത്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ബേസിൽ പറയാം. പാർട്ട് ദാറ്റ് കണക്ട്സ് മസിൽ ടു ബോൺ, അതായത് മസിൽസിന് ബോണുമായിട്ട് കണക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഇതിനെ പറയുന്ന പേരെന്താണ്?
ടെൻഡോൺസ്. എന്താണ്? ടെൻഡോൺസ് ആണ് കേട്ടോ. ടെൻഡോൺസ് ആർ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് അറ്റാച്ച് മസിൽസ് ടു ബോൺസ് എനേബിളിംഗ് മൂവ്മെന്റ് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഫോഴ്സസ്. അതായത് ഈ ഒരു മസിൽസിന് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്ത്? ഈ ഒരു ടെൻഡോൺസ് എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തേതാണ് മസിൽസ് ഇൻവോൾവ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഹാൻഡ്സ്. നമ്മുടെ കൈകളുടെ മൂവ്മെന്റ്, ചലനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മസിൽസ് ഏതൊക്കെയാണെന്നാണ്. അപ്പം അതിനെ നമുക്ക് രണ്ടായിട്ട് പറയാം. അതായത് നമ്മുടെ ഹാൻഡിൽ 2 ടൈപ്പ് ഓഫ് മസിൽസ് ഉണ്ട്. ഇൻട്രിൻസിക് മസിൽസും ഉണ്ട്, എക്സ്ട്രിൻസിക് മസിൽസും ഉണ്ട് അല്ലേ? അപ്പം ഈ ഇൻട്രിൻസിക് മസിൽസിൽ വരുന്നതാണ് തേനാർ മസിൽസ്, തമ്പ് സൈഡിലായിട്ടുള്ളത്. ഹൈപ്പോതേനാർ മസിൽസ് ഉണ്ട്, ലിറ്റിൽ ഫിംഗർ സൈഡിലായിട്ടുള്ളത്. പാൽമാർ മസിൽസും ഡോർസൽ മസിൽസും. ഇനി എക്സ്ട്രിൻസിക് മസിൽസിൽ വരുന്നതാണ് ഫ്ലെക്സർ മസിൽസ്, എക്സ്റ്റൻസർ മസിൽസ്, അബ്ഡക്റ്റർ മസിൽസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻട്രിൻസിക് മസിൽസ് ഉണ്ട്, എക്സ്ട്രിൻസിക് മസിൽസ് ഉണ്ട് എന്നെങ്കിലും ഒന്ന് ചിന്തിച്ച് വെച്ചാൽ മതി. അപ്പോൾ അത്രയൊക്കെ മതി, അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. അപ്പോൾ ഇൻട്രിൻസിക് മസിൽസിൻ്റെ എക്സാമ്പിളും ആൻഡ് എക്സ്ട്രിൻസിക് മസിൽസിൻ്റെ എക്സാമ്പിളും ആണ് അതിൻ്റെ താഴത്തായിട്ട് നമ്മളിവിടെ കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ മൂവ്മെന്റ് ഓഫ് ഹാൻഡിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മസിൽസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ഇമ്പോർട്ടൻസ് ഓഫ് കണക്റ്റിംഗ് 2 ടിപ്സ് ഓഫ് മസിൽസ് ടു 2 ബോൺസ്. അതായത് 2 ടിപ്പ് ഓഫ് മസിലും 2 എല്ലുകളായിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ്. അപ്പോൾ ദിസ് കണക്ഷൻ അലോസ് ഫോർ, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താൽ എന്തിനൊക്കെ അത് സഹായിക്കും? മൂവ്മെന്റ് അല്ലേ, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. മസിൽസ് കോൺട്രാക്ട് പുള്ളിങ് ബോൺസ് ടുവേർഡ് ഈച്ച് അതർ. മസിൽസ് ഇങ്ങനെ ചുരുങ്ങിയാൽ എന്താക്കും? ഈ ഒരു ബോണ് രണ്ടും അടുപ്പിച്ച് വരും. അപ്പം അതാണ് എന്ത്? മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. 2 സ്റ്റെബിലിറ്റി കൊടുക്കും, മെയിൻറ്റെയിൻ ജോയിന്റ് അലൈൻമെന്റ് ആൻഡ് പ്രിവെൻറ്റ്സ് എക്സസീവ് മൂവ്മെന്റ് അല്ലേ? അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി അതിന് സ്റ്റേബിൾ ആക്കി കൊടുക്കും എന്നാണ് പറയുന്നത്. അടുത്ത ട്രാൻസ്മിഷൻ ഓഫ് ഫോഴ്സസ് ആണ്. എനേബിൾ ഫോഴ്സസ് ജനറേറ്റഡ് ബൈ മസിൽസ് ടു ബി ട്രാൻസ്പോർട്ട് ടു ബോൺസ്. അതായത് നമ്മുടെ മസിൽ കൊണ്ട് ഉണ്ടാവുന്ന മസിൽസ് ഉണ്ടാക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ, ആ ഫോഴ്സിന് ഈ എല്ലുകളിലേക്ക് എത്തിക്കാനും ഈ ഒരു കണക്ഷന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ 3 കാര്യം ഓർത്താൽ മതി. മൂവ്മെന്റ് ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, ട്രാൻസ്മിഷൻ ഓഫ് ഫോഴ്സസ് ഉണ്ട്. അടുത്തതാണ് ചേഞ്ച് ടു ഫോൾഡ് ഹാൻഡ്സ്, ഫ്ലെക്ഷൻ ടു ഫോൾഡ് ഹാൻഡ്സ്. അതായത് നമ്മൾ കൈ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ, മടുക്കുന്നുണ്ട് അല്ലെ, ചുരുട്ടുന്നുണ്ടെന്ന് പറയും. അപ്പം അതിൻ്റെ ഉണ്ടാവുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ, ആ ഒരു ചുരുട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഈ ചുരുട്ടുന്നതിനെയാണ് നമ്മൾ ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്, ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഫ്ലെക്സർ മസിൽസ് അല്ലേ, ഫ്ലെക്സർ കാർപ്പി റേഡിയാലിസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഫ്ലെക്സർ മസിൽസ് എന്താവും? കോൺട്രാക്ട് ചെയ്യും. ഫ്ലെക്സർ മസിൽസ് ചുരുങ്ങും, അതോർക്കുക. അതേപോലെ എക്സ്റ്റൻസർ മസിൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എക്സ്റ്റൻസർ കാർപ്പി റേഡിയാലിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരൊന്നും നിങ്ങൾ ജസ്റ്റ് പഠിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് ആ ഒരു എക്സ്റ്റൻസർ മസിൽസ്, ഫ്ലെക്സർ മസിൽസ് മാത്രം ഓർത്തെടുത്താൽ മതി. അപ്പോൾ ഈ ഫ്ലെക്സർ മസിൽസ് കൺട്രാക്ട് ചെയ്യും, അതേപോലെ എക്സ്റ്റൻസർ മസിൽസ് റിലാക്സ് ചെയ്യും. അതേപോലെ ടെൻഡോൺസ് അറ്റാച്ച്ഡ് ടു ഫ്ലെക്സർ മസിൽസ് പുൾ ബോൺസ് ടുവേർഡ്സ് ഈച്ച് അതർ. അതായത് നമ്മളെ ബോൺസിനെ എങ്ങോട്ട്? ഉള്ളിലേക്ക് പുള്ളെയും, പുള്ളിങ് ബോൺസ് ഇൻവേർഡ്. അപ്പോൾ ഈ ഒരു അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഇതാണ് ചേഞ്ച് ടു സ്ട്രെച്ച് ഹാൻഡ്സ്, എക്സ്റ്റെൻഷൻ ടു സ്ട്രെച്ച് ഹാൻഡ്സ്. നമ്മുടെ ഹാൻഡ് നേരത്തെ നമ്മൾ മടക്കിയതായിരുന്നു, ഇത് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അല്ലേ, അപ്പോൾ നിവർത്തുന്ന അല്ലെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? എക്സ്റ്റെൻസർ മസിൽസ് അവിടെ കൺട്രാക്ട് ചെയ്യും. നേരത്തെ അവിടെ എക്സ്റ്റെൻസർ മസിൽസ് എന്തായിരുന്നു ആക്കിയത്? റിലാക്സ് ചെയ്തതായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എക്സ്റ്റെൻസർ മസിൽസ് കൺട്രാക്ട് ചെയ്യും, ഫ്ലെക്സർ മസിൽസ് റിലാക്സ് ചെയ്യും. അതേപോലെ ടെൻഡോൺസ് അറ്റാച്ച്ഡ് ടു എക്സ്റ്റെൻസർ മസിൽസ് പുൾ ബോൺസ് അവേ ഫ്രം ഈച്ച് അതർ. അതായത് നമ്മുടെ പുള്ളിങ് ബോൺസ് ഔട്ട്വേർഡ്, പുറത്തേക്കായിട്ടാണ് പുൾ ചെയ്യുന്നത്. ഈ മസിൽ ഫാറ്റിക്. എന്താണ് മസിൽ ഫാറ്റിക് എന്ന് പറഞ്ഞാൽ? While engaging in physical activities, muscles need to function continuously. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുകയാണ് അല്ലേ, അപ്പോൾ അങ്ങനെ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഈ മസിൽസിന് എന്താക്കണം? അതിന് ഫങ്ഷൻ ചെയ്യണം അല്ലേ. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഓടുകയാണെങ്കിൽ അവിടെ മസിൽസ് ഫങ്ഷൻ ചെയ്യണം, മസിൽ പ്രവർത്തിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഓടാൻ പറ്റുള്ളൂ. ഇപ്പം ചാടുകയാണെങ്കിലും അങ്ങനെ, സ്വിമ്മ് ചെയ്യുകയാണെങ്കിലും അവിടെയൊക്കെ എന്താണ്? ആ മസിൽസ് ഫങ്ഷൻ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് റൺ ചെയ്യാനാണെങ്കിൽ, ജമ്പ് ചെയ്യാനാണെങ്കിൽ, വാക്ക് ചെയ്യാനാണെങ്കിൽ, സ്വിം ചെയ്യാനാണെങ്കിൽ പറ്റുള്ളൂ.
ദിസ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് എനർജി അല്ലേ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിന് കൂടുതൽ എനർജി വേണം. You have understood that ATP is formed in muscles in the presence of oxygen due to cellular respiration. അതായത് സെല്ലുലാർ റെസ്പിറേഷൻ കൊണ്ട് നമ്മൾ ഈ ഓക്സിജൻ അല്ലേ, നമ്മൾ ഉള്ളോട്ട് ഓക്സിജൻ എടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ATP ഉണ്ടാവുന്നുണ്ട്. ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അവിടെ എന്താണ് എനർജി എന്ന് ആലോചിച്ചാൽ മതി. ATP ഉണ്ടാവുന്നുണ്ട്. മസിൽസ് ഫങ്ഷൻ റിസീവിങ് എനർജി ഫ്രം ATP മോളിക്യൂൾസ്. അതായത് ഈ ATPയിൽ നിന്ന് എനർജി കിട്ടും അല്ലെ. മസിൽസിന് ഫങ്ഷൻ ചെയ്യാനുള്ള, മസിൽസിന് പ്രവർത്തിക്കാനുള്ള ആ ഒരു എനർജി ആരാണ് തരുന്നത്, ATP ആണ് തരുന്നത്. When skeletal muscles have to function continuously during exercise, if required oxygen is not available, muscles become weak and they may temporarily lose the capacity to contract. അതായത് നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യാണ് അല്ലേ, കണ്ടിന്യൂസ്ലി നമ്മൾ ഫങ്ഷൻ ചെയ്യണം അല്ലെ, എക്സസൈസ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടിയില്ല. അങ്ങനെ എങ്കിൽ എന്ത് സംഭവിക്കും, മസിൽസ് വീക്കാവും. മസിൽസ് വീക്കായാൽ അവിടെ ആ മസിൽസിന് എന്താക്കാൻ പറ്റൂല, കൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് മസിൽ ഫാറ്റിക്. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മസിൽ ഫാറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓർക്കാൻ ഒരു കാര്യമേ ഉള്ളൂ, ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാണ്ട് വരുന്ന സമയത്ത് അവിടെ ATP ഉണ്ടാവില്ല, എനർജി കിട്ടില്ല. എന്ത് സംഭവിക്കും, മസിൽസ് കോൺട്രാക്ട് ചെയ്യൂല. അപ്പൊ അവിടെ മസിൽ ഫാറ്റിക് ഉണ്ടാവും. അപ്പം കൂട്ടുകാരെ, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. വീഡിയോന്റെ ലെങ്ത് കൂടിയെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് വീഡിയോന്റെ ലെങ്ത് കൂടുന്നത്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്ന കാര്യമാണ്, അതായത് അവർക്കും അത് സഹായമായിക്കോട്ടെ എന്നാണ്. നമുക്ക് ഇതിന്റെ ബാക്കി പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.